ഹായ് എവരി വൺ. പൊളിറ്റിക്കൽ എക്സ്പോഷറിനെ മാനേജ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു എനിമി രാജ്യമായിട്ട് നമ്മൾ പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനും ഭേദം മിണ്ടാതിരിക്കുന്നതല്ലേ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ കൂടുതൽ ഡിഫറൻസ് ഒക്കെ വരുന്ന സമയത്ത് $100 പറയുന്നത് 100 രൂപ എന്ന് പറയുമ്പോൾ $1 100 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് താഴും എന്നുള്ളത് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കുന്നില്ല ബെറ്റർ. അപ്പൊ അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് അഡോപ്റ്റേഷൻ ആണ്. അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകോർപ്പറേറ്റിംഗിൽ വരുന്ന റിസ്കിന്റെ ബേസിസിൽ പറയാണ്. നമ്മുടെ MNCസിന്റെ ബേസിസിൽ വരുന്ന റിസ്ക് ആണ്. ലോക്കൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ആണ് മേജർലി വരുന്നത്. ലോക്കൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതായത് ലോക്കൽ ഫേംസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഈ ഹോസ്റ്റ് കൺട്രീസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്. ഓക്കെ. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കമ്പനിയുടെ ഇൻഷുറൻസ്, പൊളിറ്റിക്കൽ റിസ്ക് ഒക്കെ വരുന്ന സമയത്ത് ഇൻഷുറൻസ് എന്നുള്ളത് എടുക്കുന്നത് നമ്മൾ കാറിനൊക്കെ ഇൻഷുറൻസ് എടുക്കില്ല, അതുപോലെ എടുക്കുന്ന ഒരു റിസ്ക്, അതുപോലെ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തത് ത്രെഡ് ആണ്. ത്രെഡ് എന്ന് പറയുന്ന സമയത്ത് അതായത് ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പൊളിറ്റിക്കൽ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ അവർക്ക് ചില കാര്യത്തിൽ ത്രെഡനിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു രീതിയാണ് ഇത് പറയുന്നത്. പിന്നെ ലോബിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഈ പൊളിറ്റിക്കൽ റിസ്ക് മാനേജ് ചെയ്യാൻ വരുന്ന ഒരു ടെക്നിക്കാണ് ഈ ലോബിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പീപ്പിൾസിനെ ഹയർ ചെയ്യും. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺസിനെ നമ്മൾ ഹയർ ചെയ്തിട്ട് ആ വ്യക്തികൾ ഇത് ചെയ്യും. ലൈക്ക് നമ്മളുടെ ഈ ലോബിംഗ് ഒക്കെ നടക്കത്തില്ലേ, ലോബീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ബേസിസിൽ വരുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ടെററിസം കൺസൾട്ടൻസ് ആണ്. ടെററിസം കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെററിസം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകത്തില്ലേ, അവരുടെ ബേസിസിൽ അവരെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കോപ്പപ്പ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻവാല്യുബിൾ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിസബിലിറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസോ കാര്യങ്ങളോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്നതാണ്. പിന്നെ നമ്മളുടെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിനെ മിനിമൈസ് ചെയ്യാന്നുള്ളത്. നമ്മൾ പൊളിറ്റിക്കൽ റിസ്ക് ഒക്കെ വരുന്ന സമയത്ത് ഇത്രയും വയ്ക്കത്തുള്ളൂ, ഇത് വെച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഭേദം ആ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് കുറയ്ക്കുക എന്നുള്ളതല്ലേ. അപ്പൊ അതാണ് ഇത് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസ് ആണ്. അവിടെ പറഞ്ഞ ആ ഇൻഷുറൻസ് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, അതിന്റെ ഫാക്ടേഴ്സ്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, അതിന്റെ മെത്തേഡ്സ് എന്താണെന്നുള്ളതൊക്കെ ഏകദേശം സെയിം ആണ്. ഈ ഭാഗത്ത് നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. സോ ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പോവുക. നമ്മൾ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് നോക്കുക. നമ്മളല്ലാതെ സ്കിപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് പോവുക. മേ ബി ലാസ്റ്റ് വെച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇതൊന്നും കവർ ചെയ്ത് പോകാൻ പറ്റില്ല. ഇതെല്ലാം അവർ ഇരുന്ന് പഠിച്ച് നോക്കി അങ്ങോട്ട് ചെലുവളയ്ക്കും അത്രയും തീരത്തില്ല. ബിക്കോസ് വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ഈ ഫോർവേഡ് എന്താണ്, ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് തന്നെയാണല്ലോ. അതൊക്കെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകുക. ഓക്കെ. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. സ്വാപ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ സെയിം തന്നെയാണ് പറയുന്നത്. നമ്മുടെ FDയിൽ വരുന്ന സെയിം തന്നെ, നമ്മുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള സബ്ജക്റ്റിൽ വരുന്ന സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പൊ പിന്നെ ഇത് എഗെയിൻ ആൻഡ് പറഞ്ഞ് നമ്മൾ വീഡിയോ ലോങ് ആക്കുന്നില്ല. ഓക്കെ. അപ്പൊ ആ കാര്യമാണ് വരുന്നത്. പിന്നെ പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് അതിന്റെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ. ഇറ്റ് റെഫേഴ്സ് ടു ദ ലോസസ് ദാറ്റ് ആൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മേ ഇൻകർ ഡ്യൂ ടു കറൻസി ഫ്ലക്ച്വേഷൻ. കറൻസി ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ട് നമ്മളുടെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ റിസ്ക് മാനേജ്മെന്റിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ട്രാൻസാക്ഷൻ, ട്രാൻസ്ലേഷൻ, എക്കണോമിക് റിസ്ക്. ഇങ്ങനെയുള്ള 3 റിസ്ക് ആണ് പറയുന്നത്. അവിടെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ്, ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ്, എക്കണോമിക് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ ഒന്നില്ലേ, ആ സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് ജസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് നോക്കുക എന്ന് പറയുമ്പോൾ ഇത് പഠിക്കുക, അവിടെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. പിന്നെ പറയുന്നത് ഇതിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ മേജർലി 4 സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മളുടെ ക്വാണ്ടിഫിക്കേഷൻ എക്സ്പോഷർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതായത് നമ്മളുടെ എക്സ്പോഷർ എന്താണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. ട്രാൻസാക്ഷൻ ആണോ, ട്രാൻസ്ലേഷൻ ആണോ, ഓപ്പറേറ്റിംഗ് ആണോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുക. പോളിസി എന്ന് പറയുമ്പോൾ നമ്മളുടെ
നമ്മുടെ ആക്ട് ഉണ്ടാകും. അതായത് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഓക്കെ ആയിട്ട് വരുന്ന നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെല്ലാം സെറ്റ് ആയിട്ട് വരുന്ന ഒരു പോളിസി ഉണ്ടാവില്ല, ആ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു അപ്രോപ്രിയേറ്റ് ഹെഡ്ജിങ് സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് എന്ന് ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. ഇന്റേണൽ ടെക്നിക്സ് എന്നും എക്സ്റ്റേണൽ ടെക്നിക്സ് എന്നുമാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്റേണൽ ടെക്നിക്സിൽ ഒരു 12 ടെക്നിക്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് ലീഡിംഗ് ആൻഡ് ലാഗിംഗ് ആണ്. ലീഡിംഗ് ആൻഡ് ലാഗിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നെറ്റിംഗ് ആണ്. നെറ്റിംഗ് എന്ന് പറയുന്നത് പാരന്റ് കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡറീസ് periodically settle on the net balance basis instead of making two-way flow of money, then paying and receiving. അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പീരിയഡ്, അതായത് ആഴ്ചക്ക് ഞാൻ സെറ്റിൽമെന്റ് ചെയ്തു തരാം എന്നുള്ളതിനെയാണ് നമ്മൾ നെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആഴ്ചക്ക് അവർ പീരിയോഡിക്കലായിട്ടുള്ള 2 കമ്പനിയും, പാരന്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ബാലൻസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവർ 2-way ഫ്ലോന്റെ ബേസിസിൽ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ സോഴ്സിംഗ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ഇന്നൊരു ഭാഗത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് കറൻസി ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോറിൻ, അതായത് നമ്മുടെ യു എസ് എയും അതേപോലെ തന്നെ ഇന്ത്യ 2 കറൻസിയും ഷിഫ്റ്റ് ചെയ്തിട്ട് UK കറൻസീസിലോട്ട് അവർ പോയി എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ വയ്ക്കാം. ഓക്കെ, അതിനാണ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ റീലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സ്പോർട്ട് കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് പോകത്തില്ലേ, അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മൾട്ടി കറൻസി അസറ്റ്സും ലയബിലിറ്റീസും ആണ്. ഇത് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയുക, ഇപ്പം എല്ലാ ഒരു സെയിം ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും, അതായത് ഷെയർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ നമ്മൾ ചെയ്യത്തില്ല, അതിനെയാണ് ഈ മൾട്ടി കറൻസി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അതായത് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിന്റെ ബേസിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു സാധനം അല്ലെ. അതായത് ഒരു സാധനത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചെങ്കിലും ഒന്ന് പ്രോഫിറ്റ് നോക്കുക എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ പറയത്തില്ല, ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ മണി മാർക്കറ്റ് ഹേജിംഗ് എന്ന് പറയുന്ന സമയത്ത് മണി മാർക്കറ്റിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ആർബിട്രേജ് ഓപ്പറേഷൻ ആണ്. ആർബിട്രേജ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെയിം കമോഡിറ്റി തന്നെ നമ്മൾ, അതായത് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇന്നൊരു മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് പറയുന്നത് ആർബിട്രേജ് എന്ന് പറയുമ്പോൾ. ഇവിടെ നിന്ന് 1 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അവിടെ കൊണ്ട് 5 രൂപയ്ക്ക് അങ്ങോട്ട് മറിച്ച് വിൽക്കത്തില്ലേ, അതിനെയാണ് ഈ ആർബിട്രേജ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സീലിംഗ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് സീലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 10% കിട്ടും എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു 10% എന്ന് പറയുന്നത് കൊടുക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ക്യാപ്സ്, ഫ്ലോസ് ആൻഡ് കോളേഴ്സ് ആണ്. ഈ ക്യാപ്സ്, ഫ്ലോസ്, കോളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഫിനാൻഷ്യൽ അതായത് ഡെറിവേറ്റീവ്സിൽ നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ക്യാപ്പ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പുട്ട് ഓപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ആ റിസ്ക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ സെല്ലേഴ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന് വേണ്ടിയിട്ട്, സെല്ലേഴ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കോളർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാപ്പും ഫ്ലോറും ഇത് രണ്ടും തമ്മിൽ വരുന്ന കോമ്പിനേഷനെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മാച്ചിങ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആണ്. മാച്ചിങ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്റ്റ്സും പേയ്മെന്റ്സും സെയിം കറൻസിന്റെ ബേസിസിൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ക്രോസ് കറൻസി റോൾ ഓവർ ആണ്. ക്രോസ് കറൻസി റോൾ ഓവർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റീസിന്റെ ബേസിസിൽ നമ്മൾ കൊണ്ടുപോകും. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ മാക്സിമം 6 months എന്നുള്ളതിന്റെ ബേസിസിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്യും, അതിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ നമ്മൾ വെക്കത്തില്ല. പിന്നെ റീ ഇൻവോയ്സിംഗ് സെന്റേഴ്സ് ആണ്. റീ ഇൻവോയ്സിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണ് സെന്റേഴ്സ്. ഓക്കെ, ബാങ്കിങ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ് ഇവർ ചെയ്യുന്നതൊക്കെ. MNCസിലൂടെ സെപ്പറേറ്റ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഒക്കെ അവർക്ക് ഒരു ലൊക്കേഷൻസോ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്റേണൽ. പിന്നെ എക്സ്റ്റേണൽ എന്ന് പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ടെക്നിക്സിൽ നമുക്ക് റിസ്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ വരുന്നതാണ്. പോപ്പുലർലി നമ്മൾ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആദ്യം പറഞ്ഞ ഇന്റേണൽ ടെക്നിക്സ് ഒക്കെ എഴുതുക. എക്സ്റ്റേണൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് എന്താണ്, ഫ്യൂച്ചർ എന്താണ്, ഓപ്ഷൻ എന്താണ്, സ്വാപ്പ് എന്താണ് എന്നുള്ളത് നമ്മളെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക.
അതാണ് നിങ്ങൾക്ക് ഇവിടെ താഴെ പറയുന്നത്. ഹെഡ്ജിങ് വിത്ത് ഫോർവേഡ് കോൺട്രാക്ട് എങ്ങനെയാണ്, ഹെഡ്ജിങ് വിത്ത് ഫ്യൂച്ചർ കോൺട്രാക്ട് എങ്ങനെയാണ്, ഓപ്ഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ മണി മാർക്കറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ്. ഇതിന് മുന്നിൽ നമ്മൾ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഫോർവേഡ് മാർക്കറ്റ് എന്താണ്, ഫ്യൂച്ചർ മാർക്കറ്റ് എന്താണ്, സ്വാപ്പ് മാർക്കറ്റ് എന്താണ്, ഓപ്ഷൻ മാർക്കറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഫോർവേഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഫ്യൂച്ചറും ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസ്, ഓപ്ഷൻ മാർക്കറ്റ്, സ്വാപ്പ് മാർക്കറ്റ്, ഈ കാര്യങ്ങളെല്ലാം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് കൂടി കുറച്ചുകൂടി നോക്കുക. പക്ഷെ ഇതിൽ ഇവിടെ നിന്ന് കൺസെപ്റ്റിന് ചോദ്യം വരുന്നത് കുറവാണ്. ബിക്കോസ് അവിടെ ആ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അവർ ഈ കാര്യം തിരിച്ച് മറിച്ച് ചോദിക്കത്തില്ല. ഓക്കെ, ബിക്കോസ് ഓൾറെഡി ഉണ്ടല്ലോ അങ്ങോട്ടുള്ള സാധനം തന്നെ പിന്നെ ഇങ്ങോട്ടും ചോദിച്ചാൽ പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് ചോദിക്കുന്നത് കുറവാണ്. എന്നാലും നിങ്ങൾ നോക്കി വെക്കുക.